ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങി മക്കൾസിനൊക്കെ രാവിലെ തന്നെ കുളിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. പ്രേക്ഷേട്ടൻ ഇന്ന് രാവിലെ പോയിട്ടില്ല ഓട്ടത്തിന്, അപ്പോൾ ഉച്ചരിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതേ പോയി അമ്പലത്തിലൊക്കെ എത്തി. അമ്പലത്തിലെത്തിയപ്പോൾ വേഗം തന്നെ ഓടുക കേട്ടോ. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് തൊഴാലോന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ മുല്ലപ്പൂവൊക്കെ കണ്ടപ്പോൾ മുല്ലപ്പൂവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് വാങ്ങിച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ കാണാം. ഇപ്പോൾ നല്ല കുറേ പേര് അങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വെക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ആരാധ്യമോൾക്ക് മറ്റേ പൂവ് ഇഷ്ടമല്ല, കളറുള്ള പൂവ് ഇഷ്ടമല്ല. അപ്പോൾ കനകാമ്പരം അങ്ങനെ എന്തോ ആ പൂവ് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മാത്രം അത് വെച്ചിട്ട് എൻ്റെ തലയിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ ഉള്ളിലേക്കൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഉള്ളിലേക്കൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ആ പൂവ് വാങ്ങിച്ചോടത്ത് നിന്നിട്ട് തന്നെ ഞാൻ ആരാധ്യമോൾക്കും പൂവ് വെച്ച് കൊടുക്കാൻ കേട്ടോ. പൂവ് ആരാധ്യമോൾക്കോട് ഞാൻ ചോദിച്ചു, കനകാമ്പരമല്ല വേറെ ഒരു പൂവാണ്, മറ്റേ എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് അധികം വീഡിയോസ് പാടില്ല. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ അങ്ങനെ പോണത് പെട്ടെന്ന് ഒരു ചെറുതായിട്ടൊരു ക്ലിപ്പ് എടുത്തതാട്ടോ. അതിന് ശേഷം അവിടെ എത്തിയിട്ട് അമ്പലത്തേക്ക് കയറിനൊക്കെ മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുക കേട്ടോ. ഫോട്ടോസ് മാത്രം നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ, വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേഴ്സും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ടും അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ കുളത്തിൻ്റെ അവിടെ നിന്നിട്ടും ഒക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിന് ശേഷം അവിടെ അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി നമുക്കതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പേര് ഭജനയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറി കുറച്ച് നേരം തൊഴുത് അത് കേട്ട് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം അത് കേട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ നടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷോപ്സിലൊക്കെ ഇങ്ങനെ കാണാനേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല ഗൈസ്. അപ്പോൾ അവരൊക്കെ പിടിച്ചിട്ട് ഞാൻ വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നു. അപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യമൊക്കെ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് ഫ്രണ്ടിൽ കിഴക്കേനടയിൽ വന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ ആൺപടയുടെയും പെൺപടയുടെയും ഒക്കെ ഫോട്ടോസ് എടുക്കുക കേട്ടോ. അങ്ങനെ അവിടെ കൊത്തുപണിയൊക്കെ മാറ്റി പണിയുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി പുതിയതായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ക്ഷീണിച്ചതേ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആരാധ്യമോൾക്കൊക്കെ കളിപ്പാട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതേ വീട്ടിലെത്തിയിട്ട് ഈ കുറച്ച് പ്രസാദവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റാണ് ഗൈസ് അവിടുത്തെ പായസമൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് സാമിനൊക്കെ തൊഴാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അമ്മയൊക്കെ സാമീനൊക്കെ വിളക്കൊക്കെ വെച്ചു. അമൽമോൻ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയും മക്കളും ഒക്കെ സാമീനെ തൊഴുണ്ട്. ആ നേരത്ത് ഞാനിത് എടുക്കണ കാരണം കേട്ടോ. അപ്പോൾ അവർ സാമിനെ തൊഴുത് എനിക്ക് നേരത്ത് ഞാൻ കുറച്ച് ശ്ലോകങ്ങൾ പറയാണ്ട്. അപ്പോൾ ഈ ശ്ലോകങ്ങൾ അവർക്ക് അറിയില്ല, അവർക്ക് വേറെയൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ ഇരുന്ന് ചൊല്ലിയായിരുന്നു കേട്ടോ. അതിന് ശേഷം അമൽമോന് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കഴിച്ചല്ല. അപ്പോൾ അമൽമോന് വിശക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛമ്മ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി തായോ എന്നൊക്കെ പറഞ്ഞിട്ട് മുതിരപ്പേര് മുട്ട ഓംപ്ലേറ്റ് ആണ്. രണ്ടുപേരും നല്ല തല്ലൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഇരുന്നിട്ടാണ് കഴിക്കുക. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നോക്കുകയെന്ന് പറഞ്ഞപ്പോൾ നോക്കിയതാട്ടോ. അപ്പോഴേക്ക് ഇതേ ചിക്കിങ്ങൊക്കെ അച്ഛൻ കൊടുന്ന് എടുക്കണ്. അപ്പോൾ അതും എല്ലാവരും കൂടി ഇരുന്നിട്ട് അതും കഴിക്കുക. അപ്പോൾ അമ്മ അവിടെ നിന്ന് കിട്ടിയ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്ക് കുറച്ച് അരയ്ക്കാനും ഞാൻ പൊടി കൊണ്ടാണ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഞാൻ ഉഴുന്നിടാൻ മറന്നു. അപ്പോൾ പച്ചരി ഉഴുന്നിടാൻ മറന്നു. അപ്പോൾ ഞാൻ ഉഴുന്ന് മാത്രം ഇട്ടിട്ട് പൊടി ചേർത്തിട്ട് അരയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഒരു നാഴി ഉഴുന്നാണെങ്കിൽ 3 ഗ്ലാസ് ഇതേകൊണ്ട് തന്നെ 3 നാഴി പൊടി എടുക്കും. എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സെറ്റാക്കിയിട്ട് ഉഴുന്നും കുറച്ച് ചോറും കൂടി അരച്ചത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ആക്കി വയ്ക്കും. അപ്പോൾ സെറ്റ് ഔട്ടോ ഗൈസ്. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ ഇതിപ്പോൾ ഉഴുന്നിപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളാക്കിയിട്ട് അങ്ങനെ മൂടി നമ്മളങ്ങനെ വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദോശയോ ഇഡ്ഡലിയോ എന്ത് വെള്ളം ഉണ്ടാക്കണം. പിന്നെ കുറച്ച് തൈരൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നു. പാൽ കുട്ടികൾക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൈരൊക്കെ ഒഴിച്ചു. അങ്ങനെ രാത്രിയത്തെ തുടക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു. രാത്രി തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാവും, നമുക്ക് പണിയെടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഓൾ സെറ്റായി കിടന്നുറങ്ങി. ഓക്കെ ഗായ്സ്.